ജൂൺ 30 തിങ്കളാഴ്ച വിശുദ്ധ പത്രോസിൻ്റെയും വിശുദ്ധ പൗലോസിൻ്റെയും തിരുനാൾ. ഓരോ വർഷവും ജൂൺ 29 തിരുസഭ ആഘോഷിക്കുന്ന തിരുനാളാണ് വിശുദ്ധ പത്രോസിൻ്റെയും വിശുദ്ധ പൗലോസിൻ്റെയും. എന്നാൽ ഈ വർഷം ജൂൺ 29 ഞായറാഴ്ചയായിരുന്നതിനാലും ഞായറാഴ്ച തിരുഹൃദയത്തിൻ്റെ തിരുനാൾ ആഘോഷിച്ചതിനാലും ഇന്ന് തിങ്കളാഴ്ചയാണ് ഈ തിരുനാൾ ഇന്ത്യയിൽ ആഘോഷിക്കുന്നത്. ആദിമസഭയുടെ 2 അടിസ്ഥാന വ്യക്തികളെ നമ്മൾ ആദരിക്കുന്നു. ഒന്നാമത്തെ മാർപ്പാപ്പയായ വിശുദ്ധ പത്രോസ് സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ ക്രിസ്തു ഏൽപ്പിച്ച സഭയുടെ നേതൃത്വത്തെയും ഐക്യത്തെയും പ്രതിനിധീകരിക്കുന്നു. വിജാതിയരുടെ അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് തൻ്റെ വിപുലമായ രചനകളിലൂടെയും സുവിശേഷ യാത്രകളിലൂടെയും സഭയുടെ മിഷണറി തീക്ഷ്ണതയെയും ദൈവശാസ്ത്രപരമായ ആഴത്തെയും പ്രതീകപ്പെടുത്തുന്നു. ഈ തിരുനാൾ റോമിലെ അവരുടെ രക്തസാക്ഷിത്വത്തെയും വിശ്വാസത്തിനായുള്ള അവരുടെ സംയുക്ത സാക്ഷ്യത്തെയും അനുസ്മരിക്കുന്നു. ഇത് സഭയുടെ സാർവത്രികതയുടെയും അപ്പസ്തോലിക അടിത്തറയുടെയും ശക്തമായ പ്രകടനമാക്കി മാറ്റുന്നു. ദൈവശാസ്ത്രപരവും ചരിത്രപരവുമായ വലിയ പ്രാധാന്യം കാരണം ഈ തിരുനാളിനെ മഹോന്നത തിരുനാൾ, അതായത് ആരാധനക്രമത്തിലെ ഏറ്റവും ഉയർന്ന പദവിയായി ആഘോഷിക്കുന്നു. ഇവരുടെ സംയോജിത പൈതൃകം കത്തോലിക സ്വത്വത്തിൻ്റെയും അപ്പസ്തോലിക പിന്തുടർച്ചയുടെയും ഒരു മൂലക്കല്ലായി മാറുന്നു. ഇന്നത്തെ ഒന്നാമത്തെ വായന വിശുദ്ധ പത്രോസിൻ്റെ ജയിലിൽ നിന്നുള്ള അത്ഭുതകരമായ രക്ഷപ്പെടലിനെ വിവരിക്കുന്നു. പത്രോസിൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ ദൈവിക സംരക്ഷണത്തെയും ആദ്യകാല സഭയിലെ അദ്ദേഹത്തിൻ്റെ നേതൃത്വപരമായ പങ്കിനെയും ഊന്നിപ്പറയുന്നു. രണ്ടാമത്തെ വായനയിൽ വിശുദ്ധ പൗലോസിൻ്റെ അവസാന ലേഖനം എന്ന് പരക്കെ വിശ്വസിക്കപ്പെടുന്ന ഈ ലേഖനം മരണത്തിന് തൊട്ടു മുമ്പ് ജയിലിൽ നിന്ന് എഴുതിയ തിമോത്തിയോസിനുള്ള 2ാമത്തെ ലേഖനമാണ്. പലപ്പോഴും പൗലോസിൻ്റെ ആത്മീയ സാക്ഷ്യമായി കണക്കാക്കപ്പെടുന്ന ഈ ലേഖനം അദ്ദേഹത്തിൻ്റെ വരാനിരിക്കുന്ന രക്തസാക്ഷിത്വത്തെ പ്രതിഫലിപ്പിക്കുന്നു. ഇന്നത്തെ സുവിശേഷ വായനയിൽ യേശു പത്രോസിനെ തൻ്റെ സഭ പണിയുന്ന പാറയായി പ്രഖ്യാപിക്കുകയും സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ അവനെ ഏൽപ്പിക്കുകയും ചെയ്യുന്നു. സഭയുടെ അടിത്തറയിൽ പത്രോസിൻ്റെ അതുല്യമായ പങ്കിനെ ഈ നിയോഗം നിർവചിക്കുകയും പത്രോസിൻ്റെ അധികാരത്തെയും പേപ്പൽ ഓഫീസിൻ്റെ അടിസ്ഥാനത്തെയും ഇത് പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നു. കഷ്ടതകൾ പരാജയത്തിൻ്റെയോ ദൈവത്തിൻ്റെ അഭാവത്തിൻ്റെയോ അടയാളമല്ല, മറിച്ച് പലപ്പോഴും സാക്ഷ്യം പൂർണ്ണമാക്കുന്നതിനുള്ള മാർഗമാണെന്ന് 2 അപ്പോസ്തലന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. ചങ്ങലകൾ അഴിഞ്ഞു വീഴുന്നത് മരണത്തിൻ്റെ വിശ്വസ്ത സഹിഷ്ണുതയിലോ വിടുതൽ പ്രകടമാകാം. എന്തായാലും ക്രിസ്തുവിന് വേണ്ടി ചൊരിയപ്പെട്ട ഒരു ജീവിതം സുവിശേഷത്തിൻ്റെ ശക്തമായ സാക്ഷ്യമായി മാറുന്നു. എല്ലാവർക്കും ഇന്നത്തെ തിരുനാളിൻ്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.